പകൽ കിളിയോ നീ ചൂടി വന്നുവോ വാരിളം തെന്നലും കാതോർത്തതെന്തിനോ സ്വർണ്ണ ചകോര നീ അവളെ മറക്കണം. മറന്നില്ലെങ്കിൽ തോറ്റുപോകുന്ന ഈ അമ്മയെ തോറ്റുപോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കാലം മാറിപ്പോയല്ലോ അമ്മേ. പ്രണയത്തിന് തടസ്സം നിൽക്കുന്നത് ആരായിരുന്നാലും അമ്മയായാലും കൊല്ലുന്ന. ഇനി പേറ്റുനോവിന്റെയും പേറ്റുവായിന്റെയും കണക്കുകൾ പറയാൻ വരണ്ട. എന്റെ സ്വാർത്ഥതയാ പ്രണയം. അവിടെ അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ബന്ധങ്ങളില്ല. കാമത്തിന്റെ കരുനാഗങ്ങൾ മാത്രം. തടസ്സം നിന്നാൽ ആഞ്ഞു കുത്തും. പെട്ടെന്നുള്ള മൂർത്താവിലായാലും. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയോ നിനക്ക്? ജന്മം നൽകിയ മക്കളുടെ മുഖത്ത് നോക്കി അവർ വയറ്റിക്കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നൊരമ്മയുടെ ശാപം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ. അച്ഛന്റെ അമ്മേന്റെ മുറി റേഞ്ച് ഉണ്ടാവില്ല, കക്കോസ് റേഞ്ച് ഉണ്ടാവും, അടുക്കള റേഞ്ച് ഉണ്ടാവില്ല. എന്നിട്ടൊരു പാട്ടി പരസ്യം പോടാ ഫോണേന്ന്. ഹലോ, ആ കേൾക്കുന്നുണ്ടേ. എന്റെ ചെവിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല. ആ അതെ, സുവീരനും ആ ബ്രോക്കറും കൂടി കൊടകിലേക്ക് പോയിരിക്കുക. വാടകയ്ക്കെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുമോന്നറിയാൻ. ആ ഇല്ലില്ല, അയാൾ അപ്പ ബ്രോക്കർ ഫീസ് വാങ്ങുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്നേ. ആ എനിക്ക് ഇയാളെ തീരെ അങ്ങോട്ട് വിശ്വാസമില്ല. ഈ അവസരത്തിൽ എന്നെ തനിച്ചാക്കി ഈ മനുഷ്യനെ ചൈനയിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഹലോ ഹലോ ഹലോ, കട്ടായോ? ആശം. എനിക്കറിയില്ല. കണ്ടാൽ കണ്ടെടുത്ത് ഞാൻ അവരെ പൊക്കും. അപ്പുറത്തെ രമണന്റെ മകളെ ഫോണിൽ സെലക്ട് ചെയ്തതായി കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പാ. ഓ, അപ്പൊ പുതിയ കേസ് കെട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? അവനകത്തായ പിന്നെ കല്യാണം നടക്കില്ലല്ലോ. ആരുടെ കല്യാണം? എന്റെ മകന്റെ നടന്നത് തന്നെ. എടേ, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ പെണ്ണ് കിട്ടാറില്ല. പിന്നെ എന്റെ തലമുറ മകന്റെ കാര്യം നൈറ്റ് പാർട്ടി എവിടെയെന്നപ്പോ മയക്കുമരുന്ന് കൈവശം വെച്ചതിന്റെ പേരിൽ 2 കേസുകൾ അവന്റെ പേരിൽ. അവിടുന്ന് ഇവിടുന്ന് തല്ലുണ്ടാക്കുന്ന കേസ് വേറെ. അവനെ കൊണ്ട് അകത്ത് കിട്ടിയാൽ എന്റെ തൊപ്പി പോയാലും വേണ്ടില്ല, ഗുരുവായൂരപ്പനാണ് ഞാൻ അടിക്കും. നിനക്ക് എന്റെ മോനുള്ള കലിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ല? പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് ആരും കാണില്ലെന്നാ വിചാരം. അല്ല, ഈ 10-18 വയസ്സ് അത്ര വലിയ വ്യത്യാസമൊന്നും അല്ല. നീ ഇടയ്ക്കിടെ വേണ്ടി വരുന്നത് സിന്ദൂരെ കാണാനും അവളോട് കൊഞ്ചാനുമല്ലേ? അതെ, അത് തന്നെ എന്റെ പേര്. ഇങ്ങനെ വട്ടം ചുറ്റി കറങ്ങാതെ കൂട്ടുകാരോട് പറയണത് ഓളെ രക്ഷ തരാൻ. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാക്കാൻ നോക്കില്ല. എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കരുതി നീ എനിക്ക് എന്റെ മോളെ പോരാ. സ്വന്തം കൂടപ്പിറപ്പുകളെ തിരിഞ്ഞു പോലും നോക്കത്ത ഇക്കാലത്ത് 3 സഹോദരികളെ വിവാഹം കഴിച്ചയച്ചു. അതിനിടയിൽ സ്വന്തം ജീവിതം പോലും മറന്നുപോയ ഈ നിൽക്കുന്ന മനുഷ്യന് ഞാൻ കൊടുക്കുന്ന മാർക്ക് 100-ൽ 100. പുണ്യം ചെയ്യണം ഇതുപോലെ ഒരാണിനെ കിട്ടാൻ. പണ്ട് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രണയത്തെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞ്
നിങ്ങളല്ല പെണ്ണ്. മകന്റെ കല്യാണം നടത്തുമെന്ന് ചന്ദ്രയെ പന്തയം വെച്ചൊരു ദിവസം ഉണ്ടല്ലോ, അതിനി 3 ദിവസം ബാക്കി. അന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. അന്ന് എന്റെ അച്ഛന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ ഈ മനുഷ്യനെ തന്നെ സ്വീകരിക്കും എന്റെ ഭർത്താവായി. ഇപ്പൊ എന്തായി? നാക്ക് നീട്ടി തരട്ടെ, ചവിട്ടി പറിച്ച് കളയാൻ. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ ശശി. ശശി നീ എന്താ ഇങ്ങനെയൊക്കെ? വാശിപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? നിന്റെ അച്ഛനെങ്ങാനും പറഞ്ഞാൽ? അച്ഛനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ മറുപടി ഒന്നും തന്നില്ല. എന്നെ തോൽപ്പിക്കരുത്. ും 50 ഒരു വയസ്സല്ല കിളവാ. ഞാനിത് ഇങ്ങോട്ട് വരുന്നില്ല. എന്താ ദൂരെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി പോകും. അതേതാ നന്നായി. എന്നാ എന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കള്ളുകൂടി ഒന്ന് അവസാനിക്കല്ലോ. പോയിക്കോ. എന്നാ അവള് അവൾക്ക് എന്താ പറ്റിയ? എടാ, അമ്മയില്ലാത്ത എന്റെ മോളുടെ സ്വപ്നങ്ങൾക്കും ഇതേ അടയിരിക്കുന്ന ഒരച്ഛനാണ് ഞാനിന്ന്. ഒരച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ ബന്ധത്തെ എതിർക്കാം, വഴക്കുണ്ടാക്കാം, ആളെക്കൂട്ടാം. അതുകൊണ്ട് എന്താണ് കാര്യം? കൂട്ടുകാരാന്ന് വിളിച്ച നാവുകൊണ്ട് മരുമോനെ എന്ന് വിളിക്കാൻ നീ എനിക്ക് കുറച്ച് സാവകാശം തരണം. മധുര 17-കാരിയല്ല എന്റെ മോളിന്ന്. തീരുമാനം എടുക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ അവൾക്കുണ്ട്. പിന്നെ ഒരു 10-18 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്റെ അച്ഛനും അമ്മയും തമ്മിൽ. പക്ഷെ ഒരിക്കൽ പോലും അവർ തമ്മിൽ വഴക്കിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആകാശം അളന്നാലും കടലളന്നാലും പെണ്ണിന്റെ മനസ്സളക്കാൻ കഴിയില്ലടാ. രക്ഷിതാക്കൾക്ക് മക്കളെ ശിക്ഷിക്കാനും തടയാനും പറ്റാത്ത കാലായത്. മനസ്സിന് എത്ര നോവും നീറ്റലൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കൂടും. പക്ഷെ നിന്നെ പോലെ മനസ്സുള്ള ഒരാളിനെയാണ് ഞാൻ എന്റെ മോൾക്ക് വേണ്ടി സ്വപ്നം കണ്ടത്. സ്നേഹമഞ്ഞുമുകിലുമെല്ലാം